നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ രാഹുൽ ഗാന്ധി വോട്ട് ചോരി ആരോപണം ഉന്നയിച്ചത് കർണാടകയിൽ നിന്നായിരുന്നു. കർണാടകയിലെ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ നടന്ന വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം രംഗത്ത് വന്നത്. അത് നമ്മളെല്ലാവരും കണ്ടതാണ്. എന്നാൽ അതേ കർണാടകയിൽ, അതായത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ, കഴിഞ്ഞ തവണ BJP ഭരിച്ചിരുന്ന കർണാടകയിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കോൺഗ്രസ് അധികാരത്തിലേറിയപ്പോൾ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചത് കർണാടകയിൽ സ്നേഹത്തിൻ്റെ കട തുറന്നിരിക്കുന്നു എന്നാണ്. എന്നാൽ അത് നമ്മുടെ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് മാത്രം ഇതുവരെ മനസ്സിലായിട്ടില്ല. അവിടെ കർണാടകയുടെ തലസ്ഥാനമായ ബംഗളൂരുവിലെ യലഹങ്കയ്ക്ക് സമീപമുള്ള ഫക്കീർ കോളനി ഒഴിപ്പിച്ചപ്പോൾ സ്നേഹത്തിൻ്റെ കട എവിടെ എന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി ചോദിച്ചത്. അതൊക്കെ ഇരിക്കട്ടെ, ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ഈ രാഹുൽ ഗാന്ധി കർണാടക കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേടൊക്കെ ചൂണ്ടിക്കാട്ടി വോട്ട് ചോരി ആരോപിച്ച് രംഗത്ത് വന്നു. പക്ഷേ ആ രംഗത്ത് വന്ന രാഹുൽ ഗാന്ധിക്ക് കനത്ത തിരിച്ചടി അതേ കർണാടകയിൽ നിന്ന് തന്നെ ലഭിച്ചിരിക്കുകയാണ്. അവിടെ ഒരു സർവേ നടന്നു. ആ സർവേ നടത്തിയത് കോൺഗ്രസ് സർക്കാരിൻ്റെ അറിവോടുകൂടി കോൺഗ്രസ് സർക്കാരിൻ്റെ കീഴിലുള്ള വകുപ്പുകളിൽ നിന്നാണ് ആ സർവേ നടന്നത്. ആ സർവേയിൽ 86% പേരും വോട്ടിംഗ് യന്ത്രത്തിനെയോ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളെയോ ചൂണ്ടിക്കാട്ടുന്നില്ല. സുതാര്യമായി സത്യസന്ധമായി തിരഞ്ഞെടുപ്പ് നടന്നു എന്നാണ് അവരൊക്കെ പറയുന്നത്. ആ 86% പേർ ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യാതൊരു വിധത്തിലുള്ള കുഴപ്പങ്ങളും നടന്നിട്ടില്ല എന്ന് രേഖപ്പെടുത്തുന്നു. ഈ സർവേ, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ഈ സർവേ കർണാടക സർക്കാരിൻ്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്ലാനിംഗ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിലെ കർണാടക മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ അതോറിറ്റിയാണ് സർവേ നടത്തിയത്. നോളജ് ആറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് സർവേ ആണ് നടത്തിയത്. ആ സർവേയുടെ പേരും അതാണ്, നോളജ് ആറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് സർവേ. ഈ സർവേയിൽ പങ്കെടുത്ത ആൾക്കാരിലാണ് 86% 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അനുകൂലിച്ച് രംഗത്ത് വന്നത്. അതിൻ്റെ വോട്ടെടുപ്പിലോ വോട്ടെണ്ണലിലോ യാതൊരുവിധ ക്രമക്കേടുകളും നടന്നിട്ടില്ല എന്ന് ഈ സർവേയിൽ പങ്കെടുത്ത 86% പേർ രേഖപ്പെടുത്തുന്നു. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ അത് കനത്ത തിരിച്ചടിയാണ്. വാസ്തവത്തിൽ രാഹുൽ ഗാന്ധി മലർന്നു കിടന്ന് തുപ്പിയതുപോലത്തെ ഒരു അനുഭവമാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ അവിടുത്തെ കോൺഗ്രസിന്റെ ചില മന്ത്രിമാർ ഇതിനെ ന്യായീകരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് കോൺഗ്രസ് ഗവൺമെന്റിൻ്റെതല്ല, ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൊണ്ട് ചെയ്യിച്ചതാണ്. അതിന് സർക്കാർ ജീവനക്കാരെ ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. അതായത് ഈ കർണാടകയിലെ മന്ത്രിയും IT മന്ത്രിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെയുടെ മകനുമായ പ്രിയങ്ക ഖാർഗെയാണ് ഈ നടപടിയെ ന്യായീകരിക്കാൻ രംഗത്തെത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച പ്രകാരം നടന്നതാണ്. ഒരു സർക്കാരിതര സംഘടനയുടെ സഹായവും അവർ തേടിയിരുന്നു എന്ന് പ്രിയങ്ക പറയുന്നു. അല്ലാതെ ഈ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ഇത്തരത്തിലുള്ള ഒരു സർവേയും നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് കൈ കഴുകാനാണ് ശ്രമം. എന്നാൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയോ അല്ലെങ്കിൽ അവിടുത്തെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാറോ ഇതിനെക്കുറിച്ചൊരക്ഷരം മിണ്ടിയിട്ടില്ല. നേരത്തെ വോട്ടിംഗ് യന്ത്രത്തിൽ വലിയ ക്രമക്കേട് ആരോപിച്ചിരുന്ന രാഹുൽ ഗാന്ധി ഏറ്റവും ഒടുവിൽ 2024 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി രംഗത്തെത്തിയത്. അതേ രാഹുൽ ഗാന്ധി തന്നെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാനുള്ള പരിശ്രമവുമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോയപ്പോൾ അവിടെ ശക്തിയുക്തം അതിനെ എതിർക്കുന്ന, അതിനെ തടസ്സപ്പെടുത്തുന്ന രാഹുൽ ഗാന്ധിയെ നമ്മൾ കണ്ടു. ഈ ഇരട്ടത്താപ്പാണ് രാഹുൽ ഗാന്ധിയെ ജനങ്ങൾക്ക് മുന്നിൽ വിശ്വാസയോഗ്യനല്ലാതാക്കി തീർക്കുന്നതെന്ന് BJP ആരോപിക്കുന്നു. ഒരേ സമയം 2 വള്ളത്തിൽ കാലൂന്നുന്ന രാഹുൽ ഗാന്ധിയുടെ നടപടി തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ ജനാധിപത്യത്തെ കരിവാരിത്തേക്കും എന്നും BJP ആരോപിക്കുന്നു. BJPയും കോൺഗ്രസും നേതാക്കൾ പരസ്പരം കൊണ്ടും കൊടുത്തും ആരോപണ പ്രത്യാരോപണങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നെങ്കിലും
ഒരു സർക്കാർ വകുപ്പിന് കീഴിൽ നടന്ന ഒരു സർവേയിൽ ജനങ്ങൾ കൃത്യമായി പ്രതികരിച്ചിരിക്കുന്നു. ഇതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശക്തി, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മനോഹാരിത, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കരുത്ത് ഇവിടെയാണ് നമ്മൾ ദർശിക്കുന്നത്. ജനങ്ങൾ വളരെ കൃത്യമായിട്ട് ഇതിൽ ഇടപെടുന്നു. അവരെ ഈ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഈ വാദങ്ങളും ഒന്നും അവരെ ബാധിക്കുന്നില്ല. അവരിതിനൊന്നും ചെവി കൊടുക്കുന്നില്ല. അവർ വളരെ കൃത്യമായിട്ട് ജനജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ആണ് അവർ ശ്രദ്ധിക്കുന്നത്. ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന, നാട്ടിൽ വികസനം കൊണ്ടുവരുന്ന, സ്വൈരവും സമാധാനവും നിലനിർത്തുന്ന, ക്രമസമാധാനം മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു സർക്കാരിനെയാണ് അവർക്ക് ആവശ്യം. വരും തലമുറകൾക്ക് ജീവിക്കാൻ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്ന ഒരു സർക്കാർ. അങ്ങനെയാണ് ജനം കാണുന്നത്. അവർ ജനാധിപത്യത്തിൽ ഉറച്ചു നിൽക്കുന്നു, അതിൽ വിശ്വസിക്കുന്നു എന്ന് ചുരുക്കം. ഇവിടെ BJP ആകട്ടെ കോൺഗ്രസ് ആകട്ടെ തങ്ങളുടെ കൈവശമിരിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുകയും ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കുകയും വേണം എന്ന് ഈ സംഭവം, ഈ സർവേ അടിവരയിട്ട് തെളിയിക്കുന്നു. എന്തായാലും രാഹുൽ ഗാന്ധിക്ക് ഒരിക്കൽ കൂടി തിരിച്ചടി കിട്ടിയിരിക്കുന്നു. അതും അദ്ദേഹത്തിന്റെ പാർട്ടി ഭരിക്കുന്ന കർണാടകയിൽ നിന്ന് തന്നെ. കോൺഗ്രസുകാർ ഇനിയെങ്കിലും പാഠം പഠിക്കണം. BJPയെ തോൽപ്പിക്കാൻ ഇത്തരം വ്യാജ ആരോപണങ്ങളോ ഇത്തരത്തിലുള്ള കെട്ടുകഥകളോ അല്ല ആവശ്യം. മറിച്ച് ജനകീയ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക. അങ്ങനെ പ്രവർത്തിച്ചാൽ കോൺഗ്രസിനെ അവർ നെഞ്ചേറ്റും എന്ന് തീർച്ചയാണ്. മറിച്ച് വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെയും ആക്ഷേപിക്കാനും അപമാനിക്കാനുമാണ് ശ്രമിക്കുന്നതെങ്കിൽ, അല്ലയോ രാഹുൽ ഗാന്ധി, താങ്കളും താങ്കളുടെ കോൺഗ്രസും ഒരു കാലവും ഇന്ത്യയിൽ തല ഉയർത്താൻ പറ്റില്ല. നിങ്ങളെ ജനങ്ങൾ അതിനെ അനുവദിക്കില്ല എന്ന് ഈ സംഭവങ്ങളെല്ലാം വ്യക്തമാക്കുന്നു. ഇതുപോലെ പല സംസ്ഥാനങ്ങളിലും സർവേ നടക്കുന്നുണ്ട്. അതെല്ലാം സംസ്ഥാന സർക്കാരിന് കീഴിലെ സംസ്ഥാന സർക്കാരിൻ്റെ വകുപ്പുകളെ ഉപയോഗിച്ച് അതിലെ ജീവനക്കാരെ നിയോഗിച്ച് ആണ് ഈ സർവേകളെല്ലാം നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ഈ പറഞ്ഞതുപോലെ കേവലം ഏതെങ്കിലുമൊക്കെ ഗിമ്മിക്കുകൾ, ചില തട്ട് ഒളിപ്പൻ പരിപാടികൾ നടത്തി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി മുന്നോട്ട് പോകുന്നതല്ല നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് രാഷ്ട്രീയ പാർട്ടികൾ തിരിച്ചറിയണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ അധികാരം, അവരുടെ ശക്തി, അവരുടെ ഭരണഘടനാപരമായ ആ പ്രതിബദ്ധത ഇതെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഈ വിഷയത്തിൽ ആഹ്ലാദിക്കാം. കാരണം ജനാധിപത്യത്തിൻ്റെ വിജയമാണിത്. അല്ലാതെ കേവലം രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതല്ല ഇത് എന്ന് നമുക്ക് ഇതിലൂടെ തിരിച്ചറിയാൻ സാധിക്കുന്നു. എന്തായാലും ഒരിക്കൽ കൂടി രാഹുൽ ഗാന്ധിക്ക് ഒരു തിരിച്ചടി തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാം.